ഒരമ്മ ഈ പന്തലിൽ നിന്ന് കർത്താവേന്ന് വിളിക്കുമ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടിയിൽ അത്ഭുതം. ഒരു ഭർത്താവ് വിളിക്കുമ്പോൾ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ഭാര്യയിൽ അത്ഭുതം. ഒരു ഭാര്യ വിളിക്കുമ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവിൽ അത്ഭുതം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൂരങ്ങളിൽ അത്ഭുതം നടക്കും. ശതാധിപൻ വഴിയിൽ പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ സൗഖ്യമുണ്ടായി. പ്രാർത്ഥന മഴ പെയ്യുന്നത് പോലെ. എങ്ങനെ മഴ പെയ്യുക? സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് ഉയരും, മഴ മേഘമായിട്ട് കെട്ടിക്കിടക്കും, മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. നമ്മുടെ പ്രാർത്ഥന നീരാവി പോലെ ഉയരും. ദൈവസന്നിധിയിൽ പ്രാർത്ഥന മേഘമായിട്ട് കെട്ടിക്കിടക്കും, അനുഗ്രഹത്തിൻ്റെ മഴത്തുള്ളിയായി പെയ്തിറങ്ങും. പത്രം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഗൾഫിലെ യുദ്ധം അവസാനിപ്പിക്കണേ. മാങ്ങോട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം കേൾക്കും. ദൈവമേ ഗൾഫിലെ യുദ്ധം തീർക്കണേ. ദൈവമേ ഫിലിപ്പൈൻസിൽ ഭൂമി കുലുങ്ങരുത്. ദൈവമേ ബാങ്കോക്കിൽ പ്രളയമരുത്. ദൈവമേ അമേരിക്കൻ സ്കൂളിൽ കുഞ്ഞുങ്ങൾ വെടിവെപ്പ് നടത്തരുത്. പത്രവാർത്തന കാണുക, അത് പ്രാർത്ഥനയാക്കി നമ്മൾ മാറ്റുക. പ്രാർത്ഥനയാക്കി നമ്മൾ മാറ്റുക. പ്രാർത്ഥിക്കുമ്പോൾ ഭാഷ നോക്കരുത്. തമ്പുരാൻ തോന്നിപ്പിക്കുന്ന പോലെ പ്രാർത്ഥിച്ചോ. ഒരമ്മച്ചി രാത്രി 10:30 കിടക്കാൻ കട്ടിലിൽ ഇരിക്കുമ്പോൾ ഭിത്തിയിൽ ഒരു കുരിശുരൂപത്തെ നോക്കി അമ്മച്ചി പറയുക, എൻ്റെ കർത്താവേ, കുറേ നാളായി ഞാൻ കാര്യം പറയുന്നു, ഇതുവരെ നീ സാധിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ പിണങ്ങും, ഉറപ്പാ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അതൊരു പ്രാർത്ഥനയാണ്. ഒരു കുടിയൻ ഉറങ്ങാൻ ചെന്നപ്പോൾ പ്രാർത്ഥനയൊന്നും ഓർമ്മയിൽ കിട്ടുന്നില്ല. പ്രാർത്ഥന പുസ്തകം എടുത്തപ്പോൾ ലൈനെല്ലാം ഡബിളായിട്ട് കാണും. കുടിയൻ ഇരിപ്പിൽ ഈ മുഴുവൻ പറഞ്ഞു, കായിക ഗായിക ഇച്ഛാവനം പറഞ്ഞു. കുടിയൻ പറഞ്ഞു, കർത്താവെ, അറിയാവുന്ന എല്ലാ അക്ഷരവും പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന നീ തന്നെ ഉണ്ടാക്കിയെടുത്തോണ്, ഇപ്പോഴും എപ്പോഴും നീക്കുവാമേൻ. അതും ഒരു പ്രാർത്ഥന. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല. 8ൽ പഠിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, കർത്താവായ യേശുവേ, കണക്ക് പഠിപ്പിക്കുന്ന ഏലിക്കുട്ടി ടീച്ചർ ചൂരവടിയും കൊണ്ട് വരുമ്പോൾ കാലിലെറ്റ് താഴെ വീണ് വലത് കൈ ഉളുക്കിപ്പോണ് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പൊതുരെ തല്ലിയിട്ടതല്ലാതെ ഏലിക്കുട്ടി ടീച്ചറിന് ഒരു പോർന്ന് പോലും വെച്ചിട്ടില്ല. ചില പ്രാർത്ഥന ഇങ്ങനെയാണ്. ചിലപ്പോൾ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടും. കോട്ടയത്ത് ഒരു കത്തോലിക്ക യുവതി ഒരു ഈഴവനായ ചെറുപ്പക്കാരനെ പ്രേമിച്ചു. പ്രേമം മൂത്തപ്പോൾ അവൾ പറഞ്ഞു, അവനെ കൊണ്ട് കെട്ടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒളിച്ചുകൂടും, അല്ലെ വിഷം കുടിച്ച് മരിക്കും. അമ്മ പറഞ്ഞു, മോളെ അബദ്ധം പറയല്ലേ. എല്ലാ ചൊവ്വാഴ്ചയും കോട്ടയത്ത് നാഗമ്പടുത്ത് അന്തോണീസിൻ്റെ നൊവേന, 10 നൊവേനകളിൽ 50,000 പേര് എല്ലാ ചൊവ്വാഴ്ചയും പങ്കെടുക്കും. നമുക്ക് 9 ദിവസം നൊവേനയ്ക്ക് പോയി അന്തോണീസിനോട് പ്രാർത്ഥിക്കാം, അന്തോണീസെ അവനെ കത്തോലിക്കനാക്കണേ, എന്നെ കെട്ടാൻ ഇടയാക്കണേ. പോയി തുടങ്ങി. 5 ആഴ്ചയായപ്പം അവൾ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇനി പോകണ്ട. അതെന്നാടി? അവൻ കെട്ടാവെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, പ്രാർത്ഥനയുടെ ശക്തി. അവനിപ്പം പറയുന്നു അവൻ അച്ഛനാകാൻ പോകണം എന്നാണ് പറയുന്നത്. കല്യാണം നടക്കുന്ന സാധ്യതയില്ല. ചിലപ്പം ഓർത്തതിനേക്കാൾ കൂടുതൽ. ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഫലിത ചിന്ത 20 ലക്ഷം പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ആലുവായിൽ ഒരു മിണ്ടാമഠത്തിൽ ഞാൻ സിസ്റ്റർമാരെ ധ്യാനിപ്പിക്കുക. ധ്യാനം കഴിഞ്ഞ് പോരുന്നന്ന് മഠത്തിലെ മദർ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഒരു ഉപകാരം ചെയ്യാം. എന്താ? മഠത്തിൻ്റെ മുറ്റത്ത് ഒരു മൂവാണ്ടൻ മാവിൽ മാങ്ങ ഉണ്ടാകുമ്പം മാങ്ങാണ്ടിയൽ വണ്ട്, അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടിനെയും അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഊറാല തന്നു, ആനാമണം തന്നു, പ്രാർത്ഥനാ പുസ്തകം തന്നു. ഞാൻ മാവിൻ്റെ മൂട്ടിൽ നിന്നു, മദറിനെ മുട്ടി നിന്നു, മറ്റുള്ളൊരു വട്ടം നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു, സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ദൈവമായ കർത്താവേ, ഈ മൂവാണ്ടൻ മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും ബന്ധിക്കണേ.
ഒരു ഞെക്ക്, ഒരു പീച്ച്, ഒരു കമത്ത്. മഴവെള്ളത്തിൽ കുളിച്ചതുപോലെ ആനാം മാവ് നനഞ്ഞു നിന്നു. ഞാൻ ആശ്രമത്തിലേക്ക് പോന്നു. ഒരു മാസം കഴിഞ്ഞു മദറിൻ്റെ അകത്ത് പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ധ്യാനപ്രസംഗത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പോയതിൻ്റെ 10-ാം ദിവസം ശക്തമായ ഒരു തിരാമഴയും കാറ്റും വന്ന് മാവ് മൂടെ ഒടിഞ്ഞുപോയി. ഇനി ബന്ധിക്കാൻ വകുപ്പുകൾ ഒന്നുമില്ല. ചിലപ്പം ഓർത്തതിനപ്പുറം, ചിലപ്പം ഓർത്തതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിനോട് നമ്മൾ ചേരും. 1, ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ നമ്മുടെ മനോഭാവത്തെ മാറ്റും. 2, ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കേൾക്കുന്നു. 3, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള യേശു. സമയം യോഹന്നാൻ 5:1 മുതൽ 18 വരെ. സ്ഥലം ബെസീല കുളം. കുളക്കടവിൽ 37 വർഷമായി തളർന്നു കിടന്ന മനുഷ്യൻ. ദൈവത്തിൻ്റെ മാലാഹ ഉറവയിളക്കിയപ്പോൾ കുളിച്ചവർക്ക് സൗഖ്യം. മാലാഹ ഉറവ ഇളക്കാത്ത സമയത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തി. എന്നിട്ട് പറയുന്നു, മനുഷ്യൻ ഓർക്കുന്ന സമയത്തല്ല ദൈവം പ്രവർത്തിക്കുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ സമയമുണ്ട്. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഇന്ന് ധ്യാനങ്ങളുടെ രീതി മാറിയപ്പോൾ ധ്യാനമെന്ന് പറഞ്ഞാൽ ഉടനെ കാര്യം കിട്ടണം, ഉടനെ കാര്യം നടക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കിട്ടണം, കാണണം. പക്ഷെ യഥാർത്ഥ ധ്യാനം ക്ഷമാപൂർവം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു വരം ഒരു മനുഷ്യൻ പ്രാർത്ഥിപ്പിക്കാൻ തലേ കഴിച്ച് പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞ് ചോദിച്ചു, ജോസഫ് അച്ഛൻ വല്ലതും കാണുന്നുണ്ടോ? അച്ഛന് വല്ലതും കിട്ടുന്നുണ്ടോ? പിന്നെ അച്ഛൻ വേട്ടോൻ എലിയെ പിടിക്കാൻ പോയതാണോ? കൈവെക്കുമ്പോഴെ കിട്ടുക, കാണുക. രീതി ഇങ്ങനെ. ഞങ്ങളുടെ ഒരച്ഛൻ, നല്ല പ്രാർത്ഥന വരമുള്ള അച്ഛൻ, മലബാറിലെ ധ്യാനം കഴിഞ്ഞ് വെളുപ്പിന് 5:30 പരഞ്ഞാനം അസീസി ആശ്രമത്തിൽ വന്നു. അച്ഛൻ വരുമ്പോൾ 8 പേരുള്ള ഒരു കുടുംബം അച്ഛനെയും കാത്തു നിൽക്കുന്നു. അച്ഛനെ കണ്ടപാടെ ചോദിച്ചു, ഇന്നെ അച്ഛനല്ലേ? അച്ഛൻ പറഞ്ഞു, അതെ. നിങ്ങൾ എവിടെ നിന്നാ? കോഴിക്കോട് നിന്ന്. എന്താ വന്നത്? ഇയാളുടെ ഇളയ മകൻ ഒളിച്ചുപോയി. അതിന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് അവൻ എവിടാ പോയെന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാ. അച്ഛൻ പറഞ്ഞു, അങ്ങനെയുള്ള പവർ എനിക്കുണ്ടായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി ഭീകരന്മാരെ പിടിപ്പിക്കുന്ന വകുപ്പ് എന്നെ ഏൽപ്പിക്കുമായിരുന്നല്ലോ. അങ്ങനെ പിടിക്കാൻ പറ്റുകയില്ല. എന്നാൽ പോയ ദിശ ഒന്ന് പറയാമോ? അച്ഛൻ പറഞ്ഞു, 1 മാസം കുർബാനയിൽ ഞാൻ പ്രാർത്ഥിക്കും, മകൻ തിരിച്ചു വരും, ധൈര്യമായി പോകും. അവർ പോയി. അച്ഛൻ കയറി ചെന്നപ്പോൾ സുപ്പീരിയർസൻ ചോദിച്ചു, വെളുപ്പിന് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നല്ലേ? അച്ഛൻ ചിരിച്ചു. എവിടുന്നാ? കോഴിക്കോട് നിന്ന്. എന്താ വന്നത്? ഒരാളുടെ മകൻ ഒളിച്ചു പോയി. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവൻ പോയ സ്ഥലം പറയാമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അതെങ്ങനെയാ പറയുക? അവർ പോയി ഇല്ല, പിന്നെ പോയ ദിശ പറയാമെന്ന് ചോദിച്ചു. അച്ഛൻ ദിശ പറഞ്ഞു. അതങ്ങനെ ചുമ്മാ കണ്ണടച്ചിട്ട് അവൻ വടക്കോട്ട് പോയതായിട്ട് കാണുന്നു, അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ തെക്കോട്ട് പോയി എന്ന് പറഞ്ഞാലെന്താ? അങ്ങനെ പറയില്ല. തെക്കോട്ട് പോയാൽ തപ്പി കന്യാകുമാരി, പിന്നെ കടലാണ്, തപ്പി നിന്ന് പോവും. വടക്കോട്ടാണെങ്കിൽ കാശ്മീർ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തപ്പി പോകുള്ളൂ. ഇന്നെല്ലാവർക്കും കിട്ടുക, കാണുക. ഒരു ധ്യാനം എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി ഇന്നല്ലെങ്കിൽ നാളെ ദൈവം മാറ്റിത്തരും. ഈ പ്രതീക്ഷയോടെ ഒരു ഭാര്യയുടെ ക്ഷമയുള്ള കാത്തിരിപ്പാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മാറും. ക്ഷമയോടെ കാത്തിരിക്കണം, ക്ഷമയോടുകൂടി. ഈ കാത്തിരിപ്പാണ്. അതുകൊണ്ടാണ് കർത്താവ് ഏത് സമയത്തും വരും. യോഹന്നാൻ 3 അവൻ നിക്കോദേമോസിനെ രക്ഷിക്കാൻ വന്നത് രാത്രിയിൽ. യോഹന്നാൻ 4 സമറിയാക്കാരിയെ രക്ഷിക്കാൻ അവൻ വന്നത് ഉച്ചയ്ക്ക്. യോഹന്നാൻ 5
തളർവാദ രോഗിയെ രക്ഷിക്കാൻ വന്നത് രാവിലെ. ഏത് സമയത്തും വരും. എൻ്റെ മോക്ക് വയസ്സ് 29. കല്യാണം നടന്നില്ല. അമ്മ നേരരുത്, അപ്പൻ നേരരുത്. ദൈവത്തിൻ്റെ സമയം 32-ാം വയസ്സിലാകാം, 32-ാം വയസ്സിലാകാം. ക്ഷമയോടെ കാത്തിരിക്കും. കെട്ടിച്ചു 5 വർഷമായി മക്കൾ നീറരുത്. 8-ാം വർഷം ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്താലോ? ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം.